ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ഈ ചില സിനിമകളിലെ രാഷ്ട്രീയക്കാരുടെ ഒരു ഡയലോഗ് ഉണ്ട്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോ ഉണ്ടായിരുന്ന എന്റെ കാഴ്ചപ്പാടുകളല്ല പിന്നീട് ഞാൻ അതിനോട് തന്നെ പറയാം. ഈ പോകുന്ന സമയത്ത് ഒരു എഞ്ചിനീയറിങ്ങും അതേപോലെ ഒരു MBA ഒക്കെ മനസ്സിൽ കണ്ട് അതിലൊരു കരിയറും സ്വപ്നം കണ്ടു ചെന്നീ പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ളതായിട്ട് മാത്രം കണ്ട് ക്യാമ്പസുകളെല്ലാം പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. UK ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല. ഇപ്പൊ നമ്മുടെ ഡയറക്റ്റ് അസോസിയേറ്റ് ആയ ആസ്ട്രണിൽ പോലും ഒരു 80% എബോ പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ശരിക്കും ആ ഒരു കൊല്ലം നമ്മൾ പാർട്ട് ടൈം ജോബ് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല, ചെയ്യണം. പക്ഷെ ആ ഉള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ പഠിപ്പൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഇൻഡസ്ട്രി തന്നെ പ്ലേസ്മെന്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലെ പലപ്പോഴും നമുക്ക് ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാൻ എപ്പോഴും പോകുന്നവരുടെ അടുത്ത് പറയുന്നത്, പോണേക്കാളും മുന്നേ പ്രോപ്പറായിട്ടൊരു പ്ലാൻ വേണം. പോയി നിങ്ങൾ എന്താണോ പഠിച്ചത് അതിൽ തന്നെ പ്ലേസ്മെന്റ് എടുത്ത് അതിൽ സക്സസ് ആവുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു ആത്മസംതൃപ്തി കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ബാക്കി മേഖലയിൽ സാലറി ഇപ്പോൾ UK റൂൾ ചേഞ്ച് വന്നു, 38,500 അബവ് സംതിങ് സാലറി ഉണ്ടെങ്കിൽ വർക്കേഴ്സ് കിട്ടത്തുള്ളൂ. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തായിട്ട് ഒന്നുമില്ല. നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് ശരിക്കും ഇൻപുട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റിനകത്ത് ഒരു കൊല്ലമൊന്നും വേണ്ട. ശരിക്കും നല്ലൊരു കമ്പനിയിൽ പോയി പെർഫോമൻസ് കാണിച്ച് ആ കമ്പനിക്ക് നമ്മളതിനെ വേണമെന്ന് തോന്നാൻ ശരിക്കും പറഞ്ഞാൽ 3 മാസം മതി. നമുക്ക് നമ്മുടെ ഇൻപുട്ടും പെർഫോമൻസും ഡെഡിക്കേഷനുമാണ് കാര്യം. ഇത് കാണിച്ച അതേ ഇൻഡസ്ട്രിയിൽ തന്നെ അത് പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ടാണ് പറ്റാതെ പോകുന്നതെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ ഇപ്പോഴും എല്ലാവരുടെ അടുത്തും മുമ്പ് പറയുന്ന ഒരു കാര്യമാണ്. അതും കൂടെ പറഞ്ഞ് ഓൾറെഡി എമിലി തന്നെ പറഞ്ഞു പ്ലേസ്മെന്റ് ഓപ്ഷൻ ഉണ്ടെന്ന്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ പഠിച്ചത് എന്താണോ അതേ പ്രൊഫഷനിൽ തന്നെ കണ്ടിന്യൂ ശ്രമിക്കുക. പിന്നെ രഞ്ജിത പറഞ്ഞ പോലെ UK ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ലൈക്ക് സംതിങ്. ഈ ബാക്കി എല്ലാ അസറ്റ് പോയാലും നമ്മുടെ കയ്യിൽ എപ്പോഴും നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു അസറ്റാണ് ക്വാളിഫിക്കേഷൻ. വേറെ ഏത് കൺട്രിയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു UK ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും വെച്ച് UAയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ കിട്ടുന്ന സാലറിയേക്കാളും മിനിമം 50% അബവ് ആയിരിക്കും നമ്മുടെ സാലറി പാക്കേജ്. അപ്പോൾ എപ്പോഴും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പോകുമ്പോഴുള്ള ആ ഒരു സ്ട്രഗിൾസ് ഓവർകം ചെയ്യാനായിട്ട് ആദ്യമേ പ്രിപ്പയർ ചെയ്യുക. എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്തും പറയുന്നു, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ MOA വെച്ചാൽ മതി. പക്ഷെ നമ്മൾ ഫ്രീ ട്രെയിനിങ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിന് കയറിയാൽ മാത്രം മതി. ഞങ്ങൾ ത്രൂ പ്രോസസ് ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സും നമ്മളിവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് ഫ്രീ ആണ്. നിങ്ങളത് അഡീഷണൽ പേയ്മെന്റ് ഒന്നും വേണ്ട. പക്ഷെ കറക്റ്റായിട്ട് അറ്റൻഡൻസ് ഇട്ട് ക്ലാസ്സിന് കയറുക, നിങ്ങൾക്ക് തന്നെ സെൽഫ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒത്തിരി ഒരു ന്യൂ മെത്തഡോളജി ട്രെയിനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് ക്ലാസ്സിൽ കയറിയാൽ മാത്രം മതി. അത് നിങ്ങളുടെ അവിടെ ചെന്ന ഒരു എന്താ പറയുന്നത് കരിയർ സ്റ്റെബിലിറ്റിക്കും സേഫ്റ്റിക്കും ഷുവർട്ടിക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും ഇനി വീണ്ടും അടുത്ത വീഡിയോ എടുക്കണം. കട്ട് മതി.